Hello friends, തള്ളുവണ്ടിയുടെ അപ്ഡേറ്റുമായി ഷിറാസ് ഫ്രം കണ്ണൂർ. വെൽക്കം ടു തള്ളുവണ്ടി ബ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് എന്തെന്നാൽ ഞങ്ങൾ അയച്ച 3 വക്കീൽ നോട്ടീസിൽ KVR ഡ്രീംസിൽ നിന്നുള്ള റെസ്പോണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള റീപ്ലൈ വന്നിട്ടുണ്ട്. അത് പറയുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് എന്നെ യൂട്യൂബറാക്കിയ ടാറ്റ മോട്ടോഴ്സും KVR ഡ്രീംസും. ഇതാണ് ഇപ്പം നമ്മൾ കൊച്ചിയിൽ നിന്ന് റിസീവ് ചെയ്ത റീപ്ലൈ. നമ്മളെ നോട്ടീസിൻ്റെ റീപ്ലൈ വന്നതാണ്. അപ്പോൾ ഈ നോട്ടീസിൽ എനിക്കെതിരായ ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടവർ. യുവർ ക്ലയൻറ്റ് ഹാസ് റൈസ്ഡ് ദ സെഡ് ക്ലെയിം വിത്തൗട്ട് എനി ബൊണഫൈഡ്സ് ആൻഡ് വിത്ത് അൾട്ടീരിയർ മോട്ടീവ്സ് എന്നാണ്. അതായത് വിശ്വാസം ഇല്ലാത്ത ക്ലെയിമിന് വേണ്ടി ഗൂഢലക്ഷ്യത്തോടെ ചെയ്യുന്ന കാര്യം മാത്രമല്ല. ഇതിൽ പറഞ്ഞിട്ടുള്ളത് കൺസ്യൂമർ കോർട്ടിൽ പോവുകയാണെങ്കിൽ അവരും എനിക്കെതിരെ നിയമ നടപടികൾ എടുക്കുമെന്നാണ്. ഇതൊരു ഭീഷണിയാണ്. ചുരുക്കി പറഞ്ഞാൽ ടാറ്റയുടെ വണ്ടി എടുക്കുന്നവർ നീതിക്ക് വേണ്ടി സമീപിച്ചാൽ വാങ്ങുന്നവരും നിയമ നടപടികൾ നേരിടേണ്ടി വരും. മാത്രമല്ല അതിൻ്റെ റിസ്ക് ആൻഡ് എക്സ്പെൻസസ് കൂടി നേരിടേണ്ടി വരും എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ടാറ്റ വാങ്ങുന്ന സമയത്ത് ഇതും കൂടി ആലോചിക്കുക. അപ്പോൾ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഞാനിടുന്ന ഈ വീഡിയോ കണ്ട് ഒന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇത് ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് ഞാൻ എടുത്തു വെച്ച ഫോട്ടോസാണ്. എല്ലാ ബ്രേക്ക് ഡൗൺ സമയത്തും എനിക്ക് എടുത്തു വെക്കാൻ പറ്റിയിരുന്നില്ല. ചിലത് മാത്രം ഞാനിതിൽ ഷെയർ ചെയ്യുന്നു. അതിൽ കുറച്ച് വീഡിയോസും ഉണ്ട്. പിന്നെ ഏകദേശം മിഡ് നൈറ്റ് ടൈമിലാണ് ഞങ്ങൾ ബ്രേക്ക് ഡൗൺ ആവുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലി വളരെയധികം സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും കുട്ടികളടക്കം നട് റോഡിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വന്ന അവസ്ഥയാണ്. അത് നിങ്ങളിതിൽ ചില ഫോട്ടോസിൽ കാണുന്നുണ്ട്. പിന്നെ എല്ലാറ്റിനും തെളിവാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസും ഞാൻ തൽക്കാലം എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതുണ്ടോ, ടാറ്റ ഹാരിയർ എടുത്തിട്ട് 1 വർഷമായുള്ളൂ. അതിനിടയ്ക്ക് ഡോറ് തുരുമ്പിച്ചതാണ്. നിങ്ങൾ കാണാൻ പറ്റും. കണ്ടോ, തുരുമ്പിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. 1 വർഷമായുള്ളൂ ഇതെടുത്തിട്ട്. ഇതിപ്പോൾ ഞാൻ KVRൽ കൊണ്ടിട്ടിട്ടുണ്ട്. AS1923 എന്ന നമ്പർ എൻ്റെ ഇതാണ്, എൻ്റെ വണ്ടിയാണ്. ഇത് ഞാൻ 1 വർഷമായുള്ളൂ എടുത്തിട്ട്. ഓക്കെ, 4 ഡോറിലും ഉണ്ട് ഇതേമാതിരിയുള്ള പരിപാടി. തുരുമ്പിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. പിന്നെ പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല. ഒന്നും കാണിച്ചു കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ തുരുമ്പിച്ചിട്ട് പോവുകയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ബാക്ക് ഡോർ മാത്രം. അപ്പോൾ ടാറ്റ ഹരിയുടെ ഗുണവശങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. എല്ലാ വണ്ടിക്കും പ്രോബ്ലംസ് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ വണ്ടിയുടെ അവസ്ഥയാണ് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസാണ്. ഇനി നമുക്ക് KVR ഡ്രീംസിൻ്റെ സർവീസ് ക്വാളിറ്റി എന്താണെന്ന് കണ്ടു നോക്കാം. അതെ, ഇതിപ്പം ഡോറ് മാറ്റിയ ശേഷം ഉള്ളതാണ്. ഇതിപ്പോൾ ഇത് കണ്ടോ, ഈ ഗ്ലാസ് ഇങ്ങനെ മാറ്റുന്ന സമയത്ത്, പൊസിഷൻ മാറ്റുന്ന സമയത്ത് നേരെ തിരിച്ചിട്ട് പോകണ്ട. ഇത് നിൽക്കുന്നില്ല. ഉണ്ടോ, ഞാനത് ഇത് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മളെ പൊസിഷൻ നിൽക്കുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. എന്താണെന്ന് അവർക്ക് പ്രോപ്പർലി ഇടാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, ഞാൻ ആ വഴിക്കാരം വരുമ്പോൾ ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഇങ്ങനെ തന്നെ നിൽക്കുക. ഇത് അടയൊന്നുമില്ല, ഒന്നും. ഇത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായി. പിന്നെ ഇതിൽ ഒന്നും ആവുന്നില്ല. ഇത് അടഞ്ഞിട്ട് തന്നെ ഉള്ളതെന്ന് തന്നെ ആയിരിക്കും അറിയപ്പോൾ. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ സാധനമാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അളകുന്നുണ്ട്. ഇത് ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം അവിടെ ലൂസായിട്ട് അത് ബാറായിട്ട് ഉള്ളിൽ നിൽക്കുക. പിന്നെ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഉള്ളത്. ഇത് വീണ്ടും ഇതേ പ്രശ്നമാണ് വരുന്നത്. ഇനി ഈ ടാറ്റ ഹാരിയറിൻ്റെ ഏകദേശ രൂപം നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ പണിത എല്ലാ കാര്യവും വെഹിക്കിൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ കാണാം. ഇനി ഇതിൻ്റെ റീസെയിൽ വാല്യൂ എത്ര ഉണ്ടാകും എന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇനി ഒരു മറുപടി കൂടി ടാറ്റയിൽ നിന്ന് വരാനുണ്ട്. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അതിനുശേഷം കൺസ്യൂമർ കോർട്ടിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് എൻ്റെ വക്കീൽ പറയുന്നത്. പിന്നെ അവരുടെ നിയമ നടപടികൾ ഞാൻ നേരിടണം. ഇതാണ് ടാറ്റ ഹാരിയർ വാങ്ങിയ എൻ്റെ വരാൻ പോകുന്ന അവസ്ഥ. ഇതിപ്പോൾ ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം ഇത് എത്രാമത്തെ ബ്രേക്ക് ഡൗൺ ആണെന്ന് എനിക്കെന്നെ ഓർമ്മയില്ല. കാരണം ഒക്ടോബർ 2020 എടുത്ത വണ്ടി
ഒരു വർഷത്തിനിടെ എത്ര തവണ ബ്രേക്ക് ഡൗൺ ആയി, 2 വർഷത്തിനിടെ എത്ര തവണ ബ്രേക്ക് ഡൗൺ ആയി, ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം അത്രയും തവണ ഇത് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ അവസാനത്തെ ബ്രേക്ക് ഡൗൺ ആയിട്ട് അത് ഒന്നും ചെയ്തില്ല, അവരൊന്നും ചെയ്തില്ല, കംപ്ലൈൻറ്റ് ഇല്ല, അതിൻ്റെ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഇതാ വീണ്ടും നമ്മൾ ഇറക്കി കൊണ്ടുവരാണിത് വണ്ടി. കണ്ടോ, അവസാനത്തെ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ് വരുന്ന വരവ് കണ്ടോ, എന്നാ ലുക്കല്ലേ. ബട്ട് ഐ റിയലൈസ് ദാറ്റ് ലുക്കിലല്ലോ കാര്യം, വർക്കിലല്ലേ. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോൾ എനിക്ക് വേണ്ടത്. സോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അറ്റ് മാക്സിമം. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ്, ലുക്കിലല്ലോ സാറേ കാര്യം, വർക്കിലല്ലേ.